ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല ആൾക്കാരുടെയും വാട്സപ്പിൽ ബ്ലൂ, റോസ്, വയലറ്റ് എന്നീ കളറുകളിൽ മിക്സായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇത് കണ്ട് ഇപ്പോൾ ഞെട്ടിരിക്കുകയാണ്. അതുപോലെ എന്നോട് വാട്സപ്പിൽ ഈ കാര്യം പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് വാട്സപ്പിൽ മാത്രമല്ല, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റഗ്രാമിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് മെറ്റ എന്ന കമ്പനിയുടെ കീഴിൽ വരുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വന്നിട്ടുള്ള മെറ്റ AI എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള മെറ്റ AI എന്ന പുതിയ ഫീച്ചർ എന്താണെന്നും നമ്മുടെ വാട്സപ്പിൽ ഈ മെറ്റ AI എന്ന ഫീച്ചർ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഈ മെറ്റ AI എന്ന ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എത്രത്തോളം ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മെറ്റ AI എന്ന ഫീച്ചർ എന്താണ് എന്ന് നോക്കാം. അത് ChatGPT പോലെയുള്ള ഒരു AI ചാറ്റ് ബോട്ടാണ്. അതായത് നമ്മളൊരു മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നത് പോലെ നമുക്ക് മെറ്റ AIയോട് ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾക്കോ വേണ്ടി ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇതിൽ AI ഉത്തരം നമുക്കിവിടെ തരും. അത്തരത്തിലുള്ള ഒരു അടിപൊളി AI ചാറ്റ് ബോട്ടാണ് മെറ്റ AI എന്നുള്ളത്. ഈ മെറ്റ AI എന്ന പുതിയ ഫീച്ചർ മെറ്റ എന്ന കമ്പനിയുടെ കീഴിൽ വരുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്. എന്തായാലും മെറ്റ AI എന്ന പുതിയ ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷനിൽ വളരെ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള മെറ്റ AI എന്ന പുതിയ ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഹോം പേജിൽ കോൺടാക്റ്റിന്റെ ഐക്കണിന്റെ മുകളിൽ ബ്ലൂ, റോസ്, വയലറ്റ് എന്നീ കളറിൽ മിക്സ് ആയിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മെറ്റ AIന്റെ AI ചാറ്റ് ബോട്ട് നമ്മുടെ വാട്സപ്പിലെ ഹോം പേജിൽ ചാറ്റ് എന്ന സെക്ഷനിൽ ഇതുപോലെ ഒരു കോൺടാക്റ്റ് ആയി വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കോൺടാക്റ്റ് ഐക്കണിന്റെ മുകളിൽ കാണുന്ന മെറ്റ AI എന്ന ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ആസ്ക് മെറ്റ AI എനിത്തിങ് എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരുപാട് സെർച്ച് വേർഡ്സ് ഒക്കെ കാണാം. ഇത് സാധാരണ കൂടുതൽ ആൾക്കാരും സെർച്ച് ചെയ്യുന്ന ചാറ്റ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെയാണ്. ഇനി ഇവിടെ താഴെ മെസ്സേജ് എന്ന ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മെസ്സേജ് ചെയ്യാതെ നമുക്ക് ഈ ഒരു മെറ്റ AIയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. ഞാനിവിടെ ഹായ് മെറ്റ AI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ അതിനെ റീപ്ലൈ ആയിട്ട് ഇവിടെ ഒരു മെസ്സേജ് വരും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നോക്കി, ഇവിടെ റീപ്ലൈ വന്നിട്ടുണ്ട്. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനിവിടെ ഉണ്ട്. എങ്ങനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് ഇവിടെ റീപ്ലൈ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ചാറ്റ് ചെയ്താലും ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടെ റീപ്ലൈ തരും. ഇത് മെറ്റയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ് നമുക്കിത് റീപ്ലൈ തരുന്നത്. അടുത്തതായി ഞാൻ മെറ്റ AIയോട് ഒരു കാര്യം ഇവിടെ ചോദിക്കുകയാണ്. പ്ലീസ് പ്രിപ്പയർ ബയോഡാറ്റ ഫോർ മീ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്യുന്നു. അതായത് എനിക്കൊരു ബയോഡാറ്റ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്ത് തരും, അതിൻ്റെ ഫോർമാറ്റ് തരും എന്ന് ഇവിടെ ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അതിന് ഇതേപോലെ റീപ്ലൈ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു ബയോഡാറ്റയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ വ്യക്തമായിട്ട് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിലൊരു ബയോഡാറ്റ വരെ ഇത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അടിപൊളിയായിട്ട് ഉത്തരം തരും. അങ്ങനെ എല്ലാത്തിനും ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് ഞാൻ ഇതിലൂടെ വീണ്ടും ഒരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് വീട്ടിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്യുന്നു. അന്നേരം പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇതേപോലുള്ളൊരു റീപ്ലൈ മെസ്സേജ് നമുക്ക് വരും. അതിൽ നിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അത് നോക്കിയിട്ട് നമുക്ക് ഒരു ചിക്കൻ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ChatGPTയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ ഈ മെറ്റ AI വന്നതുകൊണ്ട് അത് വളരെ അധികം നന്നായി. അപ്പോൾ അടുത്തതായി ഞാൻ ഇതിലിവിടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. ഞാനിവിടെ വാട്ട് ഈസ് ബിസിനസ് എന്ന്
ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഈ കാര്യം ചോദിച്ചപ്പം അതിനുള്ള മറുപടി ആയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ റീപ്ലൈ ഇതുപോലെ വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് റീപ്ലൈ കിട്ടും. അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാം. അങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് എന്ത് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ്. അതുപോലെ ഒരു ആപ്പ് ഡെവലപ്പർക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. ഞാനിവിടെ ടു ഡെവലപ്പ് ചെയ്യ മെസ്സഞ്ചർ ആപ്പ് റിക്വയർസ് പ്രോഗ്രാം കോഡ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്യുന്നു. അതായത് എനിക്കൊരു മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം കോഡ് വേണം. അപ്പോൾ അത് ഞാനിവിടെ ചോദിച്ചപ്പം അതിനുള്ള മറുപടി ഇതേപോലെ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടും. അതുപോലെ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഭാഗത്തെ സ്ക്രിപ്റ്റോ കോഡോ മറ്റോ നമുക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെറ്റ AI എന്ന് പറയുന്ന ഫീച്ചറിൽ നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങനെ ഇതിലൂടെ നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ്, അതായത് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള മെറ്റ AI എന്ന പുതിയ ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആൻഡ്രോയിഡ് ഫോണിലെ വാട്സപ്പിലെ മെറ്റ AI എന്ന ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം ഐഫോണിലും ഈ മെറ്റ AI എന്ന ഫീച്ചർ വാട്സപ്പിൽ ഉപയോഗിക്കുന്നതൊക്കെ സെയിം ആണ്. പക്ഷേ ഐഫോണിലെ വാട്സപ്പിൽ ഹോം പേജിൽ ഏറ്റവും മുകളിലായിട്ടാണ് മെറ്റ AIയുടെ ഐക്കൺ, അതായത് ഈ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ ഈ മെറ്റ AI ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് GPTയുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള AI ചാറ്റ് ബോട്ടിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി മുതൽ നമ്മുടെ വാട്സപ്പിൽ മെറ്റ AI എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരം എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് വാട്സപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള മെറ്റ AI എന്ന് പറയുന്ന പുതിയ ഫീച്ചർ. ഇതേപോലെ വാട്സപ്പിൽ മെറ്റ AI ഉപയോഗിക്കുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും മെസ്സഞ്ചറിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ വാട്സപ്പിൽ ഈ പുതിയ ഫീച്ചർ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട, അടുത്ത പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.